അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? പറയണോ? കുഴപ്പാവൂലേ? ആ അമ്മയും മോളും അവർക്ക് നിങ്ങൾ സമ്മാനം അനൗൺസ് ചെയ്തു. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല. 5th പ്രൈസ് അവർ ഏറ്റുവാങ്ങിയില്ല. അവർ ആ സ്റ്റേജിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ അവർ ഇതിനു മുൻപ് ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ ക്വിറ്റ് ചെയ്ത് പോവാനായിട്ട് ശ്രമിച്ചു. എനിക്ക് തോന്നി ഇവൻ എന്തോ മാനസിക രോഗമാണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ശ്വേതാജി മാർക്ക് പറഞ്ഞ സമയത്ത് കുറഞ്ഞു പോയി. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. അപ്പൊ ശ്വേതാജി ചോദിച്ചു, ശ്രദ്ധിക്കണ്ടേ, നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ ശ്രദ്ധിക്കണ്ടേന്ന് എന്തോ ചോദിച്ചു. അതെനിക്ക് ഇഷ്ടമില്ല. ഗതി കെട്ടവൻ തലമുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു പറഞ്ഞു പോലെ എന്റെ കാര്യം. അപ്പോഴേക്കും ഷീന ചേച്ചി ബോധം കെട്ട് വീണു താഴേക്ക്. അപ്പം ശൈത്യ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു. നിങ്ങൾക്ക് സമാധാനമായില്ലേ, ഇപ്പൊ എന്റെ അമ്മേനെ വീട്ടിൽ അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംസാരിച്ചു. ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം. അത് ഇവർക്ക് എന്തുകൊണ്ട് മനസ്സിലാവാത്തേന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അവർ ചെയ്ത പെർഫോമൻസ് ബിലോ ആവറേജ് ആയിരുന്നു. സഹിക്കാൻ പറ്റൂല. അതെ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അവര് എല്ലാവരും കൊടുത്ത മാർക്ക് അങ്ങനെയായിരുന്നു. 10ല് ബിലോ ആവറേജ് മാർക്കാണ് അവർക്ക് കൊടുത്തത്. ചവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ഫസ്റ്റ് കിട്ടിയ ആൾക്കാര് കുറ്റം പറയാ, അല്ലെങ്കിൽ മൊത്തം ഗവൺമെന്റിന് കുറ്റം പറയാ, അതൊന്നും അല്ലല്ലോ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ടൈമിംഗ് തെറ്റിപ്പോവാ, മറന്നു പോവാ, ബ്ലബ്ലബ അടിക്കുക. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നും. ഒരു 5ാമത്തെ സ്ഥാനമാണ് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴേക്കും അവിടുന്ന് വാക്കൗട്ട് ചെയ്ത് പോകുന്നത് ഒരു പരാജയമാണ് എന്നും. ലോക പരാജയം. ഒരു കലാകാരനും കലാകാരിയും അത് ചെയ്യാൻ പാടില്ല. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെ. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും വാല് നിവരില്ലാന്ന് കേട്ടിട്ടില്ലേ? നാണം കെട്ട എന്നെ ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ. ഇനി ഇവനോട് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.